ഹേ ഗായ്സ്, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. ഒരു 8 മണി തൊട്ട് 11 മണി വരെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ വൃത്തിയാക്കി സെറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് അടുക്കി പറക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുന്ന രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞും അപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിലോട്ടൊക്കെ ചെന്ന് ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ ഒന്ന് ചൂടാക്കി കുടിക്കുന്നുണ്ട്. കുഞ്ഞിനെ അതേ പോട്ടിയിലിരുത്തിയേക്കുമായിരുന്നു രാവിലെ തന്നെ. പിന്നെ അതിനുശേഷം ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഹോളിലതേ കണ്ടോ കുഞ്ഞിൻ്റെ ടോയ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അടുക്കി ഒക്കെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാക്കിലത്തെ ഹോളിൽ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ അത് ഞാൻ അടുക്കി ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട്. അതെപ്പോഴും വല കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അവിടുത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് സെറ്റാക്കുന്നുണ്ടായിരുന്നു. പോട്ടിയിലിരുത്തിയ ഒരാൾ നീ ഇരിക്കുന്നുണ്ടോ, അതിനകത്തിരുന്നങ്ങ് ഭയങ്കര കൃമിക്കുത്താണ് കൊച്ചു കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. കുറച്ചധികം തുണികൾ എല്ലാ ദിവസവും ഇവിടെ തുണി കഴുകലും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഈ ഒരു ജോലി എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ തുണി ഉണക്കിയതൊക്കെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി ഒതുക്കി സെറ്റാക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് എന്തൊക്കെ തുണി കഴുകാനുണ്ടോ അതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുകയും ചെയ്യും. അതിനുശേഷം ഞാൻ ഇത്രയൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം വിശപ്പൊക്കെ ആവും. അപ്പം ഞാൻ ഫുഡ് കഴിക്കും. ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുഞ്ഞിന് ആദ്യത്തെ ഒരു ട്രിപ്പ് ഫുഡ് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം രണ്ടാമത് നമ്മൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതൊക്കെ കൊടുക്കുന്ന രംഗമാണിത്. ഭയങ്കര പാടാണ് കേട്ടോ ഇവന് ഫുഡ് കൊടുക്കാനായിട്ട്. കുറേ ടൈം നമ്മൾ ഒത്തിരി സമയം എടുത്താലേ അവന് ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എല്ലായിടമൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇടുന്നുണ്ട്. ഇത് തൂക്കുന്നതും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ, അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ നിർബന്ധമായിട്ട് 2 നേരം വെച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ചെടി ക്രേവ്സൊക്കെ തുടങ്ങി. അമ്മ വൈബായോണ്ടാണെന്ന് അറിയത്തില്ല, എന്തായാലും എനിക്ക് ചെടിയുടെ കുറച്ച് ക്രേസായപ്പോൾ കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ ചെടിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ചെടി നമ്മുടെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെടി നനച്ചതിന് ശേഷം ഞാൻ ആ പടിയും കൂടെ ഒന്ന് കഴുകും കേട്ടോ. വേറൊന്നും കണ്ടല്ല, അപ്പം മഴയൊക്കെ പെയ്ത് ഇതായിട്ട് കിടക്കുന്നുണ്ട്. എപ്പോഴും പടിയിലും തിണ്ണയിലൊക്കെ മണ്ണായിരിക്കും. അപ്പോൾ ചെടി നനച്ചതിന് ശേഷം ഞാൻ പടിയും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു 10-11 മണിയൊക്കെ ആവുന്നുണ്ടാവും. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് കൊച്ചിന് നെക്സ്റ്റ് ട്രിപ്പ് ഫുഡ് കൊടുത്തിട്ട് ഉറക്കാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള ചെടിയൊക്കെ നനച്ചതിന് ശേഷം ബാക്കിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നമ്മുടെ പനിക്കൂർക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് കിളിക്കാനുള്ള ചെടികളും ബാക്കിൽ വെച്ചിട്ട് വളർന്നതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ടിലാണ് കൊണ്ടുവെക്കുന്നത്. പിന്നെ നമ്മുടെ 10 മണിയില്ലേ, നല്ല രസം ഇത് വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഞങ്ങൾ കൂടുതൽ ഈ വശം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 10 മണി ബാക്ക് സൈഡിലാണ് വെച്ചേക്കുന്നത്. എനിക്കത് വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.